നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 728th day. Today 8th sloka of Pradhama Skanda 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം, 728 ദിവസം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. സസംഹിതാം ഭാഗവതീം കൃത്വാനുക്രമ്യ ചാത്മജം ശുഗമധ്യാപയാമാസ നിവൃത്തിനിരതം മുനി. ഓം തത്സത്. സസംഹിതാം ഭാഗവതീം കൃത്വാനുക്രമ്യ ചാത്മജം ശുഗമധ്യാപയാമാസ നിവൃത്തിനിരതം മുനി. ഓം തത്സത്. സംഹിതാം ഭാഗവതീം കൃത്വാ അനുക്രമ്യ ച ആത്മജം ശുഗമധ്യാപയാമാസ നിവൃത്തി. ശുഗം അധ്യാപയാമാസ. ശുഗം അധ്യാപയാമാസ എന്നുള്ളത് ശുഗം അധ്യാപയാമാസ നിവൃത്തി നിരതം. നിവൃത്തി നിരതം മുനി. ഇങ്ങനെയാണ് പദം ഭരിക്കേണ്ടത്. ശുഗം അധ്യാപയാമാസ നിവൃത്തി നിരതം മുനി. സ മുനി, മുനിയോട് ചേർത്താണ് സ വരുക. സ മുനി, ആ മുനി, ഭാഗവതീ ഭഗവാനെ സംബന്ധിച്ചതായ സംഹിത, സംഹിതയെ ആ മുനി കൃത്വാ ഉണ്ടാക്കിയിട്ട്, സ മുനി ആ മുനി കൃത്വാ ഉണ്ടാക്കിയിട്ട്, അനുക്രമ്യ പരിശോധിച്ചിട്ട്, നിവൃത്തി നിരതം നിവൃത്തി മാർഗത്തിൽ താൽപ്പര്യം അധികരിച്ചവനും, ആത്മജ സ്വപുത്രനുമായ, സ്വന്തം ആത്മാവിൽ നിന്നുണ്ടായ എന്നർത്ഥത്തിൽ ആത്മജ ശുഗം ശുഗനെ അധ്യാപയാമാസ പഠിപ്പിച്ചു. അതായത് വ്യാസമുനി ഭാഗവത ഗ്രന്ഥത്തെ ഉണ്ടാക്കി നന്നായി പരിശോധിച്ച ശേഷം നിവൃത്തി മാർഗത്തിൽ താൽപ്പര്യമുള്ളവനും സ്വന്തം പുത്രനുമായ ശുഗനെ അത് പഠിപ്പിച്ചു. നിവൃത്തി മാർഗ തൽപരനായിരുന്നു. ഭാഗവതം പഠിക്കാനും കേൾക്കാനും ഒക്കെ നിവൃത്തി നിരതരായിട്ടുള്ളവരാണ് ആവശ്യം എന്നുകൂടി ഇതിലേക്കൂടി നിവൃത്തി നിരതന്മാരായിട്ട് ഉള്ളവർക്കാണ് ഭാഗവതത്തിൻ്റെ ഉത്തമ അധികാരികൾ എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. തൻ്റെ മകൻ നിവൃത്തി നിരതനായതുകൊണ്ട് തൻ്റെ മകനായ ശ്രീ ശുക ബ്രഹ്മർഷിയെ വ്യാസമഹർഷി ഈ ശ്രീമദ് മഹാഭാഗവതം രചിച്ച് നല്ലവണ്ണം പരിശോധിച്ചതിനു ശേഷം പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. തൻ്റെ മകനായ ശ്രീ ശുക ബ്രഹ്മർഷി, വ്യാസ ഭഗവാന്റെ ആത്മപുത്രനാണ് ശ്രീ ശുക ബ്രഹ്മർഷി. അദ്ദേഹത്തെ വ്യാസർ തനിക്ക് നാരദർ ഉപദേശിച്ച ആ ഉപദേശം കൊണ്ട് ധ്യാനത്തിലൂടെ ശ്രീമദ് മഹാഭാഗവതം രചിക്കുകയും ലോകത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട്, സാധാരണ ജനങ്ങളെ ഉദ്ധരിക്കാനായിക്കൊണ്ട് ശ്രീമദ് മഹാഭാഗവതം രചിക്കുകയും ആ രചിച്ച ശ്രീമദ് മഹാഭാഗവതം നന്നായി പരിശോധിച്ച് അതിൽ തെറ്റുകുറ്റുകളുണ്ടോ, അതിലെന്തെങ്കിലും അനുക്രമ്യ എന്ന് പറഞ്ഞാൽ നന്നായി പരിശോധിക്കുക. അങ്ങനെ എന്താണ് ഭാഗവതം എന്നുള്ളത് കൂടി, ഭാഗവതീ ഭഗവാനെ സംബന്ധിച്ചതായ സംഹിതയാണ് സംഹിത. ഭാഗവതീം സംഹിത
അതായത് ഭഗവാനെ സംബന്ധിച്ചിട്ടായിട്ടുള്ള ആ ഭാഗവത സംഹിതയെ മഹാഭാഗവതത്തെ തൻ്റെ പുത്രന് പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ഇതിലൂടെ പറയുന്നത്. നന്നായി പരിശോധിച്ചതിന് ശേഷം പഠിപ്പിച്ചു കൊടുത്തു എന്ന്. ശ്ലോകം ഒരിക്കൽ കൂടി. സസംഹിതാം ഭാഗവതീം കൃത്വാനുക്രമ്യ ചാത്മജം ശുഗമധ്യാപയാമാസ നിവൃത്തിനിരതം മുനി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.